സാധാരണഗതിയിൽ ഈ ഇ.ഡി. എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലൊരു വില്ലൻ എന്നുള്ള രീതിയിലാണ് ചിത്രീകരണം ഉണ്ടാകാറ്. പക്ഷേ പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ള ഈ ഒരു നീക്കത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇ.ഡിക്ക് അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉണ്ടായിരുന്നു കേരളത്തിൽ. സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ കളിപ്പാവയാണ് ഇ.ഡിക്കെതിരെ എന്നും വിമർശനം നടത്തുന്ന മുസ്ലിം ലീഗ്, കോൺഗ്രസ്, പിന്നെ അതുകൂടാതെ ജമാഅത്ത് ഇസ്ലാമി, സുഡാപ്പി പ്രൊഫൈലുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് ഇ.ഡിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകളും അതുകൂടാതെ കമൻറ്റുകളൊക്കെയാണ്. കാരണം വീണ വിജയനെതിരെയുള്ള സാമ്പത്തിക അഴിമതി കേസ്, അതിൽ അന്വേഷണം നടത്തുന്നതിനും റെയ്ഡുകൾ നടത്തുന്നതിനും എന്താണ് പ്രശ്നം, എന്തിനാണ് ഇ.ഡിയെ പിണറായി വിജയൻ ഇങ്ങനെ പേടിക്കുന്നത്, പിണറായി വിജയന് ഒന്നും ഒളിപ്പിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പിണറായി വിജയൻ തൻ്റെ അടിമകളായുള്ള അന്തംഗമികളെ ഇങ്ങനെ തെരുവിലിറക്കി ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചതെന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആ വ്യക്തിയെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പാർട്ടിയുടെ ടോട്ടൽ മിഷനറി, അതും CPM പോലെയുള്ള ഒരു വിപ്ലവ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ കേഡർ സംവിധാനം മുഴുവൻ നിലയുറപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ CPMൻ്റെ ഒരു അപജയം എത്രത്തോളം എത്തി എന്നതിൻ്റെ ഉദാഹരണം തന്നെയാണ്. വെറുതെയല്ല TK ഗോവിന്ദനും അതുകൂടാതെ കുഞ്ഞികൃഷ്ണനൊക്കെ സമരസപ്പെടാതെ അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത്. സ്വാഭാവികമായിട്ടും ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായിസമാണ്, കമ്മ്യൂണിസം എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം അൺപോപ്പുലർ ആണ്, മുൻ മുഖ്യമന്ത്രിയായ 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ എത്രത്തോളം അൺപോപ്പുലർ ആണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളും പ്രതികരണങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അന്തം കമ്മികളെ മാറ്റി നിർത്തുകയാണെങ്കിൽ ആരും ഈ പിണറായി വിജയൻ്റെ മകളെയോ അല്ലെങ്കിൽ പിണറായി വിജയനെയോ ഈ ഇ.ഡിയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ന്യായീകരിക്കാൻ രംഗത്ത് വന്നില്ല എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശരിക്കും പിണറായി വിജയനും അവരുടെ കുടുംബവും അതുകൂടാതെ ഈ പറയുന്ന പ്രസ്ഥാനമൊക്കെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഒരു 6 മാസം ഇതേ നിലപാടുമായിട്ട് CPM മുന്നോട്ട് പോവുകയാണെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാവം അവസാനിച്ചു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ ഒരു വ്യക്തിയെ വീണ്ടും ഇങ്ങനെ വെള്ളപൂശി സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇത്രയും ജനകീയ അടിത്തറയുള്ള ഒരു പാർട്ടി തന്നെ അധികം വൈകാതെ ഇല്ലാതാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. നടന്ന നാടകങ്ങളൊക്കെ അത് ആ രീതിയിൽ തന്നെയായിരുന്നു. നമുക്കറിയാമല്ലോ എന്താണ് സംഭവിച്ചെന്നുള്ളത്. പോലീസിന് നേരെ അതിക്രമം, അതുകൂടാതെ ഇ.ഡി ഉദ്യോഗസ്ഥർ, വനിതകൾ ഉൾപ്പെടെ സഞ്ചരിച്ച കാറ് ഗുണ്ടകൾ, CPM ഗുണ്ടകൾ അറ്റാക്ക് ചെയ്യുന്നു, എന്നിട്ട് അശ്ലീലം പറയുന്നു. ശരിക്കും തെരുവ് യുദ്ധം. വീണ്ടും തലസ്ഥാന നഗരിയിൽ ജനങ്ങൾക്ക് മര്യാദക്ക് പുറത്തു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സാഹചര്യം. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു കുടുംബത്തിന് വേണ്ടി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CMRLും എക്സാലോജിക്കും 2 കമ്പനികളാണ്. സ്വാഭാവികമായിട്ട് അവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള തിരിമറിയാണ് ഇപ്പോൾ ഇ.ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്തിനാണ് ഈ CPMമാർ നിരത്തിലിറങ്ങുന്നത് എന്നുള്ളതാണ്. മുമ്പും ഇതേ രീതിയിൽ ഇ.ഡിയുടെ നടപടികൾ ഒരുപാട് മുൻ മുഖ്യമന്ത്രിമാരൊക്കെ നേരിട്ടിട്ടുണ്ട്. അവിടെ ഒന്നും ഈ പറയുന്ന അതാത് നേതാക്കളുടെ പാർട്ടിക്കാർ പ്രസ്താവനകൾ ഇറക്കുന്നു, വിമർശനം ഉന്നയിക്കുന്നു എന്നല്ലാതെ, അല്ലെങ്കിൽ അതിനെ അപലപിക്കുന്നു എന്നല്ലാതെ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത് ശരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് മൊത്തത്തിൽ ഒരു നാണക്കേട് ഉണ്ടാക്കിയ ദിവസം തന്നെയാണ്. കാരണം ഒരു ഏകാധിപതിയായുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ആ പാർട്ടി സ്വയം ഇല്ലാതാകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വളരെ നാണം കെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റുകാർ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ.